അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 15ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പുള്ള 14 ഭാഗങ്ങളിൽ നിസ്കാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉള്ളത്. അതിന്റെ പുറമെ വജ്ഹത്തു അർത്ഥസഹിതം വിവരിച്ചിട്ടുണ്ട്. 15ാമത്തെ ഭാഗത്തിൽ ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്തുന്നത്. ഇതിന്റെ തൊട്ടു മുമ്പുള്ള 14ാമത്തെ ഭാഗത്തിൽ ഫാത്തിഹയിൽ സൂക്ഷിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ വിവരിച്ചിരുന്നു. അതിന്റെ വിശദീകരണമാണ് ഈ 15ാമത്തെ ഭാഗം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്, അവന് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, വളരെ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട വിവരങ്ങളാണ് നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന പേരിൽ നമ്മുടെ ചാനലിൽ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹയിൽ സൂക്ഷിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നാം പറയുകയുണ്ടായി ഫാത്തിഹയുടെ അറഫുകളെ സൂക്ഷിക്കണം എന്ന്. 155 അറഫുകളാണ് ഫാത്തിഹയിൽ ഉള്ളത്. മാലികി യൗമിദ്ദീൻ എന്ന ഖിറാഅത്ത് പ്രകാരം, മാലികി യൗമിദ്ദീൻ എന്ന ഖിറാഅത്ത് പ്രകാരം 156 അറഫുകളുമാണ്. അപ്പൊ ഫാത്തിഹയുടെ അറഫുകളിൽ നിന്ന് ഒരു അറഫിനെയും നാം ഒഴിവാക്കാതെയാണ് ഫാത്തിഹ പാരായണം ചെയ്യേണ്ടത്. ഫാത്തിഹയിൽ നിന്ന് ഒരു അറഫ് ഒഴിവാക്കിയാൽ, ഉദാഹരണമായി ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന സമയത്ത് ഒരു വാവ് രണ്ടാമത്തെ ഇയ്യാക്കന്റെ മുമ്പുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ഒരാൾ ഫാത്തിഹ ഓതിയാൽ അവന്റെ ഫാത്തിഹ സഹിയാവില്ല. ഇതേപ്രകാരം തന്നെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നൊരാൾ ഓതിയാൽ, അൻഅംത എന്ന സ്ഥലത്ത് ഹംസ ഒഴിവാക്കിക്കൊണ്ട് ഓതിയാൽ അവന്റെ ഫാത്തിഹ സഹിയാവുകയില്ല. ഇതേ പ്രകാരം ശ്രദ്ധ ഒഴിവാക്കിക്കൊണ്ട് ഒരാൾ ഓതിയാൽ, അറഫുകൾ ഫാത്തിഹയിലുള്ള അറഫുകളെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഓതണം. ഒരു അറഫും നാം ഓതുന്ന സമയത്ത് ഫാത്തിഹയിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതേ പ്രകാരം മറ്റൊന്നാണ് ശ്രദ്ധകളെ സൂക്ഷിച്ചു ഓതുക. അത് ഫാത്തിഹയിൽ സൂക്ഷിക്കൽ നിർബന്ധമായ കാര്യത്തിൽപ്പെട്ടതാണ്. പ്രത്യേകമായി ശ്രദ്ധന്റെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ പല ആളുകളും പല ഉപമകളും മറ്റുമൊക്കെ പറയുന്നത് കൊണ്ട് യാതിന് ശ്രദ്ധ കൊടുക്കാനും ഒരിക്കലും നാം മടിക്കരുത്. ചില ആളുകൾ പറയാറുണ്ട് ഇജ്ജാക്കണ്ട ഞാനാക്കിക്കൊണ്ടെന്നൊക്കെ. അത് കേട്ടിട്ടൊന്നും ഇയ്യാക്കന്റെ അവിടെ യാതിന് ശ്രദ്ധ കൊടുക്കാതെ ഓതിയാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നോതിയാൽ കഫറ. നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ വെച്ച് കാഫിറാകുന്ന പ്രവർത്തനമാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന സ്ഥലത്തുള്ള യാതിന് ശ്രദ്ധയില്ലാതെ ഓതൽ. കാരണം ലിഅന്നഹു ലൗഉ ശംസീന, സൂര്യന്റെ പ്രകാശത്തിന് ഞാൻ ആരാധിക്കുന്നു എന്നാണ്. അപ്പോ ഒരാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടും അങ്ങനെ ചെയ്താൽ അവൻ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും.
ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫിറാകും. ഇനി അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വം അല്ലാതെ ശ്രദ്ധില്ലാതെ ഓതിയാൽ അവന് അതൊക്കെ മടക്കി ഓതണം. എന്നിട്ട് മാത്രമല്ല അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്യണം. കാരണം നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ മാത്രമല്ല, ഫാത്തിഹയിലുള്ള 14 ശ്രദ്ധകളുണ്ട്. ആ ശ്രദ്ധകളൊക്കെയും ശ്രദ്ധിച്ചു വേണം ഓതാൻ. പല ആളുകളും അവിടെ ശ്രദ്ധയില്ലാതെ ഓതുന്നതായിട്ട് കേൾക്കാൻ സാധിക്കും. വളരെ ശ്രദ്ധിക്കണം. ഒരു ശ്രദ്ധ ഉള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ 2 ഹർഫുകളാണ്. ഇനി ഒരു ഹർഫിന് പകരം മറ്റൊരു ഹർഫ് കൊണ്ടുവന്നാൽ സ്വൈറാത്തുല്ലദീന എന്നാണ് ഫാത്തിഹയിലുള്ളത്. സ്വൈറാത്തുല്ലദീന. ഇവിടെ ലദീന എന്നതിന് പകരം ദാല് കൊണ്ടോതിയാൽ സ്വൈറാത്തുല്ലദീന പല സമയത്തും കേൾക്കുന്നതാണ്. അവന്റെ നമസ്കാരം സഹിയാവുകയില്ല. അതേ പ്രകാരം അൽഹംദു എന്നാണ് ഫാത്തിഹയുടെ തുടക്കം. ബിസ്മി കഴിഞ്ഞാൽ അൽഹംദു. നമുക്ക് വല്ല വേദനയൊക്കെ ഉണ്ടാവുമ്പോ പറയില്ലേ, ആ സൗണ്ടാണ്. അവിടെ അൽഹംദു എന്ന് പറഞ്ഞാൽ നിസ്കാരം സഹിയാവുകയില്ല. അതേപ്രകാരം ളാദ് എന്ന് പറയുന്ന അക്ഷരത്തിന്റെ മഖ്റജ് നമ്മുടെ രണ്ടാലൊരു അണപ്പല്ലിനോട് ചേർന്നിട്ട് നാവിന്റെ ഒരു അരു ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരണം. അപ്പോഴാണ് അപ്പോഴാണ് ളാദുണ്ടാകുന്നത്. അങ്ങനെ വരുന്നില്ലെങ്കിൽ ആണ് ഉണ്ടാവുക. ളാലിമീൻ എന്നൊക്കെ പറയും പോലെ അതൊക്കെ സംസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കും. ഇതേ പ്രകാരം മുസ്തഖീം അവിടെ അംസയായിട്ട് മുസ്തഖീം എന്ന് പറഞ്ഞാൽ സംസ്കാരം സഹിയാവുകയില്ല. ഇനി മുസ്തഖീം മീമ് പല ആളുകളും പറയുമ്പോ നൂനായി മാറുന്നുണ്ട്. അത് എപ്പോഴാണ് അങ്ങനെ മാറുന്നത് ചോദിച്ചാൽ അവസാനം ചുണ്ട് പൂട്ടണം. മീമ് പറയുമ്പോ ചുണ്ടടക്കണം. മുസ്തഖീം ചുണ്ട് നടക്കുക, അപ്പോൾ മീമുണ്ടാവും. അത് മുസ്തഖീം. ചുണ്ട് പൂട്ടണില്ല, അല്ലെങ്കിൽ ചുണ്ട് അടക്കാൻ താമസിച്ചാല് നൂനായി വരും. അതൊക്കെ സംസ്കാരത്തിനെ ബാധിക്കും. അതുപോലെ നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിന് പകരം നസ്തഈൻ പറഞ്ഞാൽ അവന്റെ നമസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അവന്റെ നമസ്കാരം ബാത്തിലാകും. അല്ലെങ്കിൽ അതിനെ മടക്കി ഓതണം. അത് നിർബന്ധമാണ്. മടക്കി ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരം ബാത്തിലാകും. കുറഞ്ഞ സമയമാണ് ആയിട്ടുള്ളതെങ്കിലാണ് മടക്കി ഓതാൻ പറ്റുക. കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവന് തിരുത്തുന്നത് എങ്കിൽ ആദ്യം മുതൽ തന്നെ ഓതണം എന്നതാണ് നിയമം. അപ്പൊ ഈ കാര്യങ്ങൾ ഫാത്തിഹയിലെ നിർബന്ധ കാര്യങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയായ നിലക്ക് ഫാത്തിഹയൊക്കെ ഓതി ഒരു സഹിയായ നമസ്കാരം നമസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സാധാരണക്കാരായ ആളുകൾക്ക് വളരെ അത്യാവശ്യമുള്ള അറിവാണ് ഇത് എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇതിന് ലൈക്ക് നൽകിക്കൊണ്ട് പ്രോത്സാഹനം നൽകുകയും ഈ ചാനൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇത് 15ാമത്തെ ഭാഗമാണ്. ഇതിന്റെ 16ാമത്തെ ഭാഗം അടുത്തു തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചാനലിൽ അംഗങ്ങളായ എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു സംരക്ഷിക്കട്ടെ.
മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവരുടെ ബന്ധപ്പെട്ടു പോയവർക്കൊക്കെയും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗ പൂന്തോപ്പാക്കട്ടെ. എന്റെ മാതാപിതാക്കളൊക്കെ ഖബറുകളിലാണ്. അവരുടെ ഖബർ അള്ളാഹു സ്വർഗ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.